പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, നാം ഒരു വേദഭാഗം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നോമ്പുകാല ധ്യാനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷാഘാതം പിടിപെട്ട മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്ന രംഗം മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് നാം പഠിക്കുകയാണ്. നാം കുറേയധികം ചിന്തകൾ ആ വേദഭാഗത്തു നിന്ന് കേട്ടുകൊണ്ടിരുന്നു. ബലഹീനനെ ചുമക്കുന്ന 4 പേരായിരുന്നു അവസാനം നാം കണ്ടത്. അത് നമ്മുടെ കടമയാണ്. ആ 4 പേരായി നാം മാറണം എന്നൊരു ചിന്ത നാം പറഞ്ഞു വെച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മുടെ മനസ്സിൽ ഈ വേദഭാഗം തരുന്ന മറ്റൊരു ചിന്തയാണ്. കവർനാമിലെ വീട്ടിൽ യേശുവിൻ്റെ അരികിൽ ഈ രോഗിയെ കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ദൂരത്തെവിടെ നിന്നോ അവനെ ചുമലിൽ വഹിച്ചു കൊണ്ടുവന്ന 4 പേർ ഈ വീടിനോടടുത്തപ്പോൾ ആ വീടിനകത്തിരിക്കുന്ന യേശുവിൻ്റെ അരികിലേക്ക് ഈ ആളെ കടത്തിക്കൊണ്ടുപോകാൻ അവിടെ കൂടി നിന്ന പുരുഷാരം അനുവദിച്ചില്ല. അവരൊരു മതിൽ പണിതതുപോലെ അവർക്ക് മുമ്പിൽ തടസ്സമായി മാറി. വേറൊന്നിനും വേണ്ടിയല്ല, യേശു ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാസ്വദിക്കാൻ വേണ്ടിയാണ് ഈ ജനം തിങ്ങിക്കൂടി നിൽക്കുന്നത്. ഇവരാവോളം പറഞ്ഞു, സുഖമില്ലാത്തൊരു മനുഷ്യനാണ്, പക്ഷം തളർന്നു പോയ ഒരാളാണ്, ഇയാളെ സൗഖ്യപ്പെടുത്താൻ യേശുവിന് കഴിയും, അവൻ്റെ അരികിലേക്ക് ഒരു വഴി തരിക, ഒന്ന് മാറിത്തരാമോ? ഒരു മനുഷ്യൻ പോലും വഴി മാറിക്കൊടുത്തില്ല. അവരങ്ങനെ മതിൽ പണിതതുപോലെ കല്ലായി നിൽക്കുകയാണ്. ദൈവമക്കളെ, ഇത് ഈ സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ്. ഈ മതിൽ യേശുക്രിസ്തുവിങ്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേർ യേശുക്രിസ്തുവിൻ്റെ അരികിൽ എത്താതെ പോകാൻ കാരണം നമ്മളാകുന്ന മതിലുകളാണ്. യേശുക്രിസ്തുവിന് ചുറ്റും തിങ്ങിക്കൂടി നിൽക്കുന്ന നമ്മൾ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, എന്താണ് ഈ പറയുന്നത് എന്ന്. യേശുവിങ്കിലേക്ക് വരാൻ ആശിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് നമ്മുടെ ജീവിതശൈലി. ക്രിസ്ത്യാനി എന്ന പേർപ്പെട്ടവർ മദ്യപാനികളും തെറ്റായ കച്ചവട മനോഭാവമുള്ളവരും വ്യഭിചാര ചിന്തകളിൽ മുഴുകിപ്പോയവരും പാപാസക്തിയിൽ പിടിക്കപ്പെട്ടവരും ദുർമനസാക്ഷിയുള്ളവരും പരസ്പരം പോരടിക്കുന്നവരും കുടുംബകലഹമുണ്ടാക്കുന്നവരും ദയാദാക്ഷിണ്യമില്ലാതെ കുടുംബ ബന്ധങ്ങൾ പിരിയുന്നവരും തങ്ങളുടെ മക്കളെ പെരുവഴി ആധാരമാക്കുന്നവരും എല്ലാ അർത്ഥത്തിലും വളരെ മ്ലേച്ഛമായി ലോക മനുഷ്യരെക്കാൾ ഹീനമായി ചിന്തിക്കുന്നവരും പാപപ്രവൃത്തി ചെയ്യുന്നവരുമായി അധപ്പതിക്കുമ്പോൾ നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും യേശുക്രിസ്തുവിങ്കിലേക്ക് വരാൻ ആഗ്രഹിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ നാമം പേറുന്നവർ, യേശുക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നവർ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവർ, മാമോദീസ സ്വീകരിച്ചവർ, പള്ളികൾ പണിയുകയും അതിനുവേണ്ടി ബന്ധപ്പെടുകയും ചെയ്യുന്നവർ, ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ പാപത്തെ പ്രണയിച്ചും പെരുപ്പിച്ചും ജീവിച്ചാൽ പുറത്തു നിൽക്കുന്ന ഒരാളെ എങ്ങനെ യേശുക്രിസ്തുവിനെങ്കിലേക്ക് വരും? യേശുവിൻ്റെ സ്വന്തം ആളുകൾ ഇങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാളാകാൻ വേണ്ടി ഞാൻ എന്തിനാണ് യേശുവിനെ പിൻപറ്റുന്നതെന്ന് മറ്റൊരാൾ ചിന്തിച്ചു പോയാൽ അതിൽ തെറ്റില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആദിമസഭയിലെ വിശുദ്ധ പിതാക്കന്മാരാരും ഒരുപാട് പ്രസംഗങ്ങളല്ല പറഞ്ഞത്, ജീവിതം പ്രസംഗമാക്കി മാറ്റുകയായിരുന്നു. അവർക്ക് വിശുദ്ധ ജീവിതമുണ്ടായിരുന്നു. അവർ പറയുന്ന വാക്കുകൾ വിശുദ്ധിയുള്ളവയായിരുന്നു. അവരുടെ നടപ്പ് വിശുദ്ധിയുള്ളതായിരുന്നു. അവരുടെ ക്രയവിക്രയങ്ങൾ വിശുദ്ധിയുള്ളതായിരുന്നു. അവരുടെ കണ്ണ് കണ്ടതെല്ലാം വിശുദ്ധമായതായിരുന്നു. അവർ സ്നേഹം കൊണ്ട് എല്ലാവരെയും വശീകരിച്ചിരുന്നു. അവരിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അവർ ക്രിസ്തുവിനെ ലോകത്തിന് വിളംബരം ചെയ്തിരുന്നത് അവരുടെ ജീവിതം കൊണ്ടാണ്. ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ യേശുവിങ്കിലേക്ക് വരുവാനിടയായി. എന്നാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരുപാട് പേരെ ഭയപ്പെടുത്തി യേശുവിൽ നിന്ന് അകറ്റുകയാണ്. ക്രിസ്ത്യാനി ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ക്രിസ്ത്യാനിയാകണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാനില്ലല്ലോ.
അന്ന് പ്രതിബന്ധം സൃഷ്ടിച്ച പുരുഷാരം ഇന്നുമുണ്ട്. യേശുവിൻ്റെ നാമം പേറുന്ന നമ്മളാണ് ഈ പ്രതിബന്ധം സൃഷ്ടിച്ച മതിലുകൾ പോലെ നിൽക്കുന്ന മനുഷ്യരെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മുറിവേൽപ്പിച്ചുകൊണ്ട് വാക്കുകൾ സംസാരിക്കുമ്പോൾ ഞാൻ തന്നെയാണല്ലോ അതൊന്നൊന്ന് തിരിച്ചറിയാൻ, ഒന്ന് നെടുവീർപ്പിട്ട് കരയാൻ ആർക്കെങ്കിലുമൊക്കെ ഭാഗ്യമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? മതിലുകളായി നിന്ന വഴിമുടക്കികൾ നമ്മളാണ്. നാം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നമ്മുടെ തെറ്റ് തിരുത്തണം. സാക്ഷ്യപൂർണമായി നാം ജീവിക്കുന്നുവെങ്കിൽ ലോകർ യേശുക്രിസ്തുവിനെ അറിയും. വാക്കുകളേക്കാൾ അധികം 1000 മടങ്ങ് ശക്തിയുണ്ട് ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിന്. എൻ്റെ വാക്കുകളല്ല, എൻ്റെ ജീവിതമാണ് എന്നോട് ഇടപഴകുന്നവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. മാതാപിതാക്കളുടെ വാക്കുകളല്ല, മാതാപിതാക്കളുടെ ജീവിതമാണ് മക്കളെ സ്വാധീനിക്കുക. അധ്യാപകർ പഠിപ്പിക്കുന്ന ധാർമ്മിക പാഠങ്ങളല്ല, അവർ കാണിച്ചു കൊടുക്കുന്ന ധാർമ്മിക മൂല്യങ്ങളാണ് കുട്ടികളെ സ്വാധീനിക്കുക. ക്രിസ്ത്യാനികളായ നമ്മൾ ലോകത്തോട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളല്ല, നമ്മൾ ജീവിച്ച് കാണിക്കുന്ന മാതൃകകളാണ്, സാക്ഷ്യങ്ങളാണ് ലോകത്തെ സ്വാധീനിക്കുക. മതിലുകളായി മാറിപ്പോയവർ തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ഈ വേദഭാഗം നമുക്ക് തരുന്ന മറ്റൊരു ചിന്ത, പ്രതിസന്ധി കണ്ടപ്പോൾ പിന്മാറിപ്പോയവരല്ല ഈ 4 പേർ. അവർ മാറി നിന്ന് കൂടിയാലോചിച്ച് വ്യക്തമായ നിലപാടെടുത്ത് പ്രതിസന്ധി മറികടന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിത പ്രയാണ മാർഗത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, നമുക്ക് മുമ്പിൽ മതിലുകൾ പണിയുന്നുണ്ട്, നീ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് നിരന്തരം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ പിന്മാറുകയല്ല വേണ്ടത്. ഈ 4 പേർ ആ മനുഷ്യനെ തിരികെ കൊണ്ടുപോയില്ല. ഇന്ന് സാധ്യതകളില്ല, മറ്റൊരിക്കൽ അവസരം തേടാമെന്നവർ പറഞ്ഞില്ല. ഈ 4 പേർ ആ മനുഷ്യനെ തെരുവിൽ ഉപേക്ഷിച്ചു പോയില്ല. ഈ 4 പേർ ഉത്തരവാദിത്വത്തോടെ അവനെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാൻ വഴി എന്താണെന്ന് ആലോചിച്ചു. ഒടുവിൽ അവരൊരു മാർഗം കണ്ടെത്തി. അതത്ര സുഗമവുമായ മാർഗമായിരുന്നില്ല. യേശു ഇരിക്കുന്ന വീടിൻ്റെ മേൽപ്പുര പൊളിക്കുക. ദൈവമക്കളെ, അത് അവരുടെ വീടല്ല, മറ്റാരുടെയോ വീടിൻ്റെ മേൽപ്പുര പൊളിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായൊരവസ്ഥയല്ല. ഒരു വീട്ടുടമസ്ഥനും ഇത് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. ഇത് വ്യക്തമാണ്. ഒരുപക്ഷേ അവർ ശിക്ഷിക്കപ്പെട്ടേക്കാം, ആളുകളവരെ ഉപദ്രവിച്ചേക്കാം. ഇതൊക്കെ മനസ്സിലുണ്ട് എങ്കിലും എന്ത് നേരിടേണ്ടി വന്നാലും ശരി, ലക്ഷ്യത്തിലെത്താതെ പിന്മാറുന്ന പ്രശ്നമില്ല എന്ന അവരുടെ മനസ്സൊന്ന് വായിക്കാമോ? ആ മനസ്സൊരാൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ ലോകത്ത് ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന്. എന്ത് പ്രതിസന്ധികൾ വന്നാലും ലക്ഷ്യത്തിലെത്താതെ പിന്മാറുന്ന പ്രശ്നമില്ല. ഇതാണ് പഠിക്കുന്ന വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. ഇതാണ് ജോലി തേടുന്ന ഒരാൾക്കുണ്ടാകേണ്ട മനോഭാവം. ഇതാണ് സ്വർഗരാജ്യം അന്വേഷിക്കുന്ന ഒരാൾക്കുണ്ടാകേണ്ട മനോഭാവം. ഇതാണ് സുവിശേഷ വേലയിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്കുണ്ടാകേണ്ട മനോഭാവം. ഇതാണ് ഏതൊരാളെയും ഭരിക്കേണ്ട മനോഭാവം. ഈ ഇച്ഛാശക്തിയും ഈ തീക്ഷ്ണമായ തീരുമാനമെടുക്കാനുള്ള, അത് നടപ്പിലാക്കാനുള്ള മനഃപൂർവമായ നിലപാടുമൊക്കെ ഒരാളിലുണ്ടെങ്കിൽ ആർക്കാണ് അവരെ പരാജയപ്പെടുത്താൻ കഴിയുക? ഇന്ന് പലപ്പോഴും ആളുകൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം പ്രതിസന്ധി കാണുമ്പോൾ മടുത്തു പോകുന്നത് കൊണ്ടാണ്, തളർന്നു പോകുന്നത് കൊണ്ടാണ്. പല പരിശ്രമങ്ങളും ചെയ്തിട്ടും ചില ഇടങ്ങൾ കടന്നു പോകാൻ കഴിയാതെ വരുമ്പോൾ, ചില പരീക്ഷകൾ ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ, ചില സാധ്യതകൾ കൈവശം വരാതെ പോകുമ്പോൾ, ഒരുപാട് പരിശ്രമം ചെയ്തിട്ടും ചില കാര്യങ്ങൾ സക്സസ് ആകാതെ വരുമ്പോൾ,
ആളുകൾ അങ്ങ് നിരാശപ്പെടുകയാണ്. ഇനി പരിശ്രമിച്ചിട്ട് കാര്യമില്ല, വെറുതെയാണ്, ഞാനിത് ഉപേക്ഷിക്കുകയാണ്, ഞാൻ പിന്മാറുകയാണ്. ആ ചിന്ത അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമ്പോഴാണ് ചിലർ സ്വയം കൊല്ലാൻ തീരുമാനിക്കുന്നത്, സ്വയഹത്യ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള നിലപാടിലെത്തുമ്പോഴാണ് ചിലർ മാനസികമായി തളർന്ന മനോരോഗികളായി പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു സാധ്യത മുന്നിൽ അടഞ്ഞുപോയി എന്ന് സ്വയം വിധിക്കുമ്പോഴാണ് ചിലർ മൗനികളായി പോകുന്നത്. ദൈവമക്കളെ, ഇതൊന്നുമല്ല ദൈവമക്കൾക്ക് കാമ്യമായിട്ടുള്ളത്. ഈ 4 പേർ നമ്മളെ വല്ലാതെ ധൈര്യപ്പെടുത്തുകയാണ്. അവരെന്താ ചെയ്തത്? യേശു ഇരുന്ന വീടിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു. ആദ്യമൊക്കെ ഇത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വീടിൻ്റെ മേൽപ്പുര അവർ തുറന്നതെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അതേക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, അവിടെയുള്ള വീടുകൾക്കൊക്കെ ഉയരം വളരെ കുറവാണ്. സാധാരണ നിലയിൽ ഉറങ്ങാനല്ലാതെ അവർ വീടിനുള്ളിൽ പ്രവേശിക്കാറില്ല. ബാക്കിയുള്ള സമയം മുഴുവൻ മരത്തിൻ്റെ കീഴിലിരുന്ന് അവർ തണലാസ്വദിക്കും. മരത്തിൻ്റെ കീഴിൽ അവർക്ക് അത്യാവശ്യം ഇരിക്കാനും കിടക്കാനുമുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. രാത്രി ഉറങ്ങാനാണ് അവർ വീടിനകത്ത് പ്രവേശിക്കുക. വീടിന് ഉയരം കുറവാണ്. അങ്ങനെ ഉയരം കുറച്ച് വീടുകൾ കെട്ടാൻ കാരണമുണ്ട്. ശക്തമായി കാറ്റടിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഉയരം കൂട്ടി വീടുകൾ കെട്ടിയാൽ മേൽപ്പുര പറന്നു പോകും. ഇനി ഉയരം കുറവാണ് വീടിൻ്റെ മേൽപ്പുരയ്ക്കെന്ന് മാത്രമല്ല പ്രത്യേകത, അവരന്ന് വീട് മേയാൻ ഉപയോഗിച്ചിരുന്നത് തിബരിയോസ് കടലിൻ്റെ തീരത്ത് വളരുന്ന ഒരു പ്രത്യേകതരം പുല്ലുണ്ട്. ഒരു 1.5 ആൾ ഉയരത്തിൽ വളരുന്ന നല്ല കട്ടിയുള്ള പുല്ലാണ്. ഈ വയനാട്ടിലൊക്കെ കണ്ണൂർ ജില്ലകളിലൊക്കെ പണ്ട് തെരുവപ്പുല്ലുണ്ടായിരുന്നു, ഇഞ്ചിപ്പുല്ല്, പുൽത്തൈലം വാറ്റിയെടുക്കുന്ന പുല്ല്. ഈ പുല്ല് സമയത്ത് മുറിച്ചില്ലെങ്കിൽ അത് വളർന്ന് വലിയ കാട് പോലെ 2 ആൾ 3 ആൾ ഉയരത്തിൽ വളരും. ഇതുപോലെ ഒരു തരം പുല്ലാണ് ഈ തിബരിയോസ് കടലിൻ്റെ തീരത്തുള്ളത്. ഇപ്പോഴും ഉണ്ട് ആ പുല്ല്. അവരവിടെ വീട് പണിയുന്ന ആളുകൾ ഈ പുല്ല് മുറിച്ച് വെയിലത്തിട്ടുണങ്ങി കെട്ടുകെട്ടായി കെട്ടി ഈ പുൽക്കെട്ടുകൾ ഈ വീടിൻ്റെ മേൽപ്പുരയിൽ ഇങ്ങനെ അടുക്കി ചേർത്ത് വെച്ചാണ് മേൽപ്പുര അവർ മേയുന്നത്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ കഠോരമായ മഴയോ ജലപ്രളയമോ ഒന്നും അവിടെ ഇല്ല. മരുഭൂമിയാണ്. വല്ലപ്പോഴും ഒരു ചാറൽ മഴ പെയ്താലായി. അതിലപ്പുറത്ത് അവിടെ മഴയെ പേടിക്കേണ്ട കാര്യമില്ല. പെയ്താലും ചന്നം ഭിന്നം പെയ്യുകയല്ലാതെ അലറി പെയ്യുന്ന മഴ വളരെ അപൂർവമാണ്. അതാണ് ആ നാടിൻ്റെ പ്രത്യേകത. ദൈവമക്കളെ, അപ്പോൾ ഈ മേച്ചിൽ ഇതുകൊണ്ടാണ് അവർ മേയുന്നത്. എന്നിട്ടവർ വീണ്ടും വേറൊരു കാര്യം ചെയ്യും. തിബരിയോസ് കടലിൻ്റെ തീരത്ത് നല്ല പശിമയുള്ള ചളിമണ്ണ് കിട്ടും. ആ മണ്ണ് അവരവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ പുൽക്കെട്ടിൻ്റെ മുകളിൽ ആ മണ്ണ് അവർ തേച്ച് പിടിപ്പിക്കും. നല്ല കട്ടിയിൽ അത് തേച്ച് പിടിപ്പിച്ചാൽ ഓടുകൊണ്ട് മേഞ്ഞതുപോലെ ആ വീടിൻ്റെ മുകൾ ഭാഗം വളരെ മനോഹരമായിട്ടിരിക്കും. ആ മണ്ണിൻ്റെ വെയിൽ കൊണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ മണ്ണിലെ ചില വിടവുകൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവമക്കളെ, നമ്മുടെ നാട്ടിൽ ചില വിടവുകൾ പുട്ടി കൊണ്ട് അടയ്ക്കുന്നത് പോലെ അവർ ഈ ചെളി കൊണ്ട് അടയ്ക്കും. അങ്ങനെ അത് വളരെ മനോഹരമായിട്ട് വയ്ക്കും. ഈ വീടിൻ്റെ മുകളിൽ കയറിയ ആളുകൾ ഈ മൺകട്ടകൾ അടർത്തി മാറ്റി ചില പുൽക്കെട്ടുകൾ അഴിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ മേൽപ്പുര തുറന്നു. ഓടോ കോൺക്രീറ്റോ ഒന്നും ആയിരുന്നില്ല മേൽപ്പുര. അതാണ് സംഭവിച്ചത്. എന്നാൽ അതിൻ്റെ ഉടമസ്ഥർ അനുവദിക്കും എന്നവർ നനച്ചില്ല. അനുവാദം ചോദിച്ചും കാണില്ല. രണ്ടും കൽപ്പിച്ചാണ്. അടി കിട്ടിയാലും കല്ലേറ് കിട്ടിയാലും കോടതി കയറേണ്ടി വന്നാൽ അതിൻ്റെ പേര് ശിക്ഷിക്കപ്പെടേണ്ടി വന്നാലും ഇവനെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടല്ലാതെ സ്വന്തം കാര്യത്തിനല്ല, മറ്റൊരാൾക്ക് വേണ്ടിയാണെന്നും കൂടെ ഓർക്കണം. അതാണ് ആത്മീയതയിലെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ തീഷ്ണത എന്നൊക്കെ പറയുന്നത്. മറ്റൊരാളിൽ സ്വയം ദർശിക്കാൻ കഴിയുക. ഈ പക്ഷപാത രോഗിയിൽ ഞാൻ എന്നെ കണ്ടാലല്ലേ എനിക്ക് വേണ്ടി എന്ന വണ്ണം എനിക്ക് അയാൾക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ത്യാഗം മുഴുവൻ സഹിച്ചവരെ യേശുവിനെ അവൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുകയാണ്. ഈ 4 പേർ നമ്മളെ ശക്തമായിട്ട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങളിതുപോലെ ആകണം. ഇതാണ് നിങ്ങളുടെ നിയോഗം. ലോകത്തൊരുപാട് ബലഹീനരായ മനുഷ്യരുണ്ട്. അവരെ ചുമന്ന് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോകണം. ഒപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ
നിങ്ങൾ പിന്മാറുകയല്ല വേണ്ടത്, തളർന്നു പോവുകയല്ല വേണ്ടത്, പരിശ്രമം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, സാധ്യതയില്ലെന്ന് പറയുകയല്ല വേണ്ടത്, മറ്റൊരിക്കലാകട്ടെ എന്ന് പറയുകയല്ല വേണ്ടത്, ഇരുട്ടിലേക്ക് സ്വയം ഉളിയിട്ട് പോവുകയല്ല വേണ്ടത്, മൗനികളായി തീരുകയല്ല വേണ്ടത്, മനസ്സിൻ്റെ താളം തെറ്റിപ്പോവുകയല്ല വേണ്ടത്, സ്വയം കൊല്ലാൻ ശ്രമിക്കുകയുമല്ല വേണ്ടത്. പരിശ്രമിച്ച്, നന്നായിട്ട് ചിന്തിച്ച്, വീണ്ടും പരിശ്രമിച്ച് നിങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് എത്തണം. പിന്മാറ്റം ദൈവമക്കൾക്ക് പാടില്ല. പ്രതിസന്ധി മറികടന്ന 4 പേർ നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. നിങ്ങളും ഔവണ്ണം ചെയ്യുവേൻ. അങ്ങനെ മേൽപ്പുര പൊളിച്ചു തുറന്ന് ആ മനുഷ്യനെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്നപ്പോൾ പുറത്തുനിന്ന് മാറാൻ പറഞ്ഞിട്ട് ഒരു ചുവട് മാറാൻ കൂട്ടാക്കാത്ത അതേ മനോഭാവമുള്ള മനുഷ്യരാണ് അകത്തുമായിരിക്കുന്നത്. അവരും മാറാൻ കൂട്ടാക്കുന്ന മനുഷ്യരല്ല. ഇരിക്കുന്നവരുമുണ്ട്, നിൽക്കുന്നവരുമുണ്ട്. പക്ഷെ മുകളിൽ നിന്ന് ഒരു കട്ടിലിറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവർ താനെ വഴിമാറി. ഞാൻ ആ രംഗമൊക്കെ എൻ്റെ കൺമുമ്പിൽ കാണുന്നത് പോലെ കാണാറുണ്ട്. ദൈവമക്കളെ, ഏത് അഹങ്കാരിയാണെങ്കിലും ആർക്കും വഴിമാറാത്ത ഒരാളാണെങ്കിലും മുകളിൽ നിന്ന് ഒരു സംഗതി വരുന്നത് കണ്ടാൽ തല രക്ഷിക്കാൻ വേണ്ടി തെല്ലും മാറും, ഉറപ്പാണ്. ചില ആളുകളൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പമൊന്ന് മാറണമെങ്കിൽ മുകളിൽ നിന്ന് ചില ഇടപെടലുകൾ നടക്കണം. അതിത്തിരി ശക്തമായ ഇടപെടലായിരിക്കണം. അങ്ങനെ ചില ഇടപെടലുകൾ നടന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വഴിമാറിയ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുമുണ്ട്. ഒരുപാട് പ്രാവശ്യം മുൻപിൽ വന്നും സൈഡിൽ വന്നും എന്നോട് പറഞ്ഞതാണ്, ഇതല്ല വഴി, ഇങ്ങനല്ല നിലപാടെടുക്കേണ്ടത്, ഇങ്ങനല്ല ജീവിക്കേണ്ടത്. പക്ഷെ ഞാൻ വകവെച്ചില്ല. ഒടുവിൽ മുകളിൽ നിന്നൊരു ഇടപെടലുണ്ടായപ്പോൾ ഞാൻ തന്നെ വഴിമാറിയെന്ന് ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത നാളിലും ചിലരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പേരടക്കം അച്ഛൻ പറ, ലോകരറിയട്ടെ ഞാൻ അങ്ങനെയാണ് കർത്താവിനെ കണ്ടെത്തിയതെന്ന്, ക്രിസ്തീയ മാർഗത്തിൽ എൻ്റെ വേരുറച്ചതെന്ന്. ദൈവമക്കളെ, ഇവിടെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. തിരിച്ചറിയുക, മുകളിൽ നിന്ന് ഇറങ്ങി വന്നാൽ, ചിലത് ഇറങ്ങി വന്നാൽ തലയിലിരിക്കുമെന്ന് ഉറപ്പായാൽ നമ്മൾ ചിലപ്പോൾ വഴി മാറിപ്പോകും. ആ ആളുകൾ വഴിമാറി. അവനെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. ഈ 4 പേർ വളരെ ശ്രദ്ധാപൂർവം മുകളിൽ നിന്ന് നോക്കുകയാണ്. ഈ രോഗി വളരെ പ്രതീക്ഷയോടെ യേശുവിനെ നോക്കുകയാണ്. യേശു രോഗിയെ നോക്കി. ഈ പാട് മുഴുവൻ പെട്ട് ഈ വീടിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് അവനെ ഇറക്കി വെച്ച 4 പേരുടെ മുഖത്തേക്ക് നോക്കി. മാറി മാറി കർത്താവ് അവരെ നോക്കിയപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷയും കർത്താവ് ഈ രോഗിയെ സുഖപ്പെടുത്തുമെന്നുള്ള ഉറപ്പും കർത്താവ് വായിച്ചെടുത്തു. അവരുടെ വിശ്വാസം യേശുവിന് ബോധ്യപ്പെട്ടു. ഒരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റും. കർത്താവിന് അവരുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ അവരുടെ മനസ്സ് വായിക്കാൻ പറ്റി. ഈ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന ഉറപ്പ് അവരുടെ ഉള്ളിൽ കർത്താവ് കണ്ടു. അതാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു സംസാരിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു മർമ്മമാണത്. യേശു വിശ്വാസത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശു വിശ്വാസത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ വിശ്വാസിയായ ഒരാളുടെ മേൽ കർത്താവിന് ഉത്തരമില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരും അവിശ്വാസികളാണ്. ഇനി പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് കൊണ്ട് സൗഖ്യം കിട്ടിയില്ല എന്ന് വേണ്ട, പ്രാർത്ഥിച്ചേക്കാം എന്നതാണ് മനോഭാവം. ഉത്തരം കിട്ടുകയില്ല. ദൈവമക്കളെ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അത് നിൻ്റെ കണ്ണുകളിൽ വിളങ്ങുന്നുണ്ടോ? യേശു മതിയായവനാണെന്ന ബോധ്യമുണ്ടോ? ആ ബോധ്യമാണ് കർത്താവ് പരിശോധിക്കുന്നത്. എല്ലാ വൈദ്യന്മാരും പരാജയപ്പെട്ട് കഴിയുമ്പോൾ, എല്ലാ വൈദ്യ ശാഖകളും സോറി പറഞ്ഞു കഴിയുമ്പോൾ, ഇനിയിപ്പോൾ യേശുവിൻ്റെ അരികിലൊന്ന് പോയി നോക്കാം, വേറെ മാർഗമില്ല എന്ന് ഉള്ളിൽ ഉറപ്പിച്ചിട്ട് ദൈവത്തെ തേടി വരുന്ന ആളുകൾ വിശ്വാസമുണ്ടായിട്ടാണ് യേശുവിനെ തേടുന്നതെന്ന് പറയാൻ പറ്റുമോ? മുൻപ് അവർക്ക് യേശുവിനെ അറിയില്ലായിരുന്നുവെങ്കിൽ
ഇത്രയുമൊക്കെ ആയപ്പോഴാണ് അവർ യേശുവിനെ അറിഞ്ഞതെങ്കിൽ അതിൽ കാര്യമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളല്ലാത്ത പലരും ചികിത്സിച്ച് മടുത്ത് ഇനി മാർഗമില്ല എന്ന് എല്ലാ ഡോക്ടർമാരും വിധി പറഞ്ഞു കഴിയുമ്പോൾ വാവിട്ട് നിലവിളിച്ചു. അത് കണ്ടുകൊണ്ട് നിന്നൊരാൾ പറഞ്ഞു, നിങ്ങളിതുവരെ കാണാത്തൊരു ഡോക്ടറുണ്ട്. എവിടെയാ? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഇന്നതുപോലെ ചെയ്തതായി വചനത്തിലുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ രോഗത്തിൻ്റെ മേൽ അവൻ സൗഖ്യം തരുമെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആളുടെ ആ വാക്ക് കേട്ടിട്ട് ചങ്കിൻ്റെ ഉള്ളിൽ വിശ്വസിച്ച് എൻ്റെ യേശുവേ എന്ന് ചങ്ക് തല്ലി വിളിച്ച ചില ആളുകൾ അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചത് നമ്മുടെ കൺമുമ്പിലുണ്ട്. ക്യാൻസർ പോലും മാറിപ്പോയിട്ടുണ്ട്. അതേസമയത്ത് ക്രിസ്ത്യാനിയായി ജനിച്ച് ക്രിസ്ത്യാനിയായി ജീവിച്ച് അനേക നാളുകൾ ക്രിസ്തീയ ജീവിതം നയിച്ചവർ ഈ മഹാവൈദ്യനെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് ലോകത്തുള്ള സകല വൈദ്യന്മാരുടെയും മുമ്പിൽ പോയി മുട്ടി എല്ലാ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി വേണമെങ്കിൽ യേശു ക്രിസ്തുവിനോടൊന്ന് പറഞ്ഞു നോക്കാമെന്ന മനോഭാവത്തോടെ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ഉത്തരം കിട്ടാതെ പോയതും നമ്മുടെ കൺമുമ്പിലുണ്ട്. ദൈവമക്കളെ, കർത്താവ് പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ മേലാണ്. ഈ നോമ്പുകാല ധ്യാനങ്ങളിലുണ്ടല്ലോ, സുറഫോനിക്ക് ജാതിയിൽപ്പെട്ട കനാൻകാരിയായ ഒരു സ്ത്രീ തൻ്റെ മകളുടെ ഭൂതബാധ മാറ്റുവാൻ യേശുവിൻ്റെ പിന്നാലെ നടന്ന് നിലവിളിക്കുന്ന രംഗം. അവൾ യഹൂദ മത പാരമ്പര്യത്തിൽപ്പെട്ടവളല്ല. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് വന്നതാണ്. അവൾ വിശ്വാസത്തോടെ പിന്തുടരുകയാണ്. പക്ഷേ യേശു അവളെ ശ്രദ്ധിക്കുന്നതില്ല. നടന്നു പോകുന്ന യേശുവിനെ പിന്തുടർന്നവൾ നിരന്തരം വിളിച്ചപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഗുരു, ആ സ്ത്രീയെ ഒരു സമാധാന വാക്ക് പറഞ്ഞ് മടക്കി അയക്ക്. ഉവെങ്കിൽ ഉവെന്ന്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അവളെ അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്നൊരു വാക്കാണ് യേശുവിൻ്റെ നാവിൽ നിന്ന് വീണത്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ലല്ലോ. എന്താ കേട്ടത്? വളരെ പ്രതീക്ഷയോടെ തൻ്റെ പിന്നാലെ വന്ന ഈ സ്ത്രീയെ കർത്താവ് ഒരു നായി എന്നാണ് വിളിച്ചത്. ആ നിലവാരത്തിലാണ് അവളെ വായിച്ചെടുക്കാൻ ശ്രമിച്ചത്. കർത്താവ് എന്താ അവളെ അങ്ങനെ വിളിച്ചത്? സത്യത്തിൽ അവളുടെ വിശ്വാസത്തെ പരിശോധിക്കാനാണ്. അത്ര വീര്യമാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞവൾ മടങ്ങിപ്പോകുമോ എന്നറിയാനാണ്. എന്നെ നായെന്ന് വിളിച്ചില്ലേ, നീ എത്ര നീചനാണ്, ഞാൻ ഇങ്ങനെയല്ല നിന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് അവൾ പുച്ഛിക്കുമോ എന്നറിയാനാണ്. പക്ഷേ ആ സ്ത്രീയുടെ പ്രതികരണം ശ്രദ്ധിച്ചോ? അവൾ കൂപ്പുകൈയോടെ നിലത്ത് മുട്ടുകുത്തി പറഞ്ഞു, യജമാനനെ, മക്കൾക്കുള്ളതൊന്നും വേണ്ട, മക്കൾക്കുള്ളതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. മക്കൾക്കുള്ളത് മക്കൾക്ക് കൊടുക്കുക. ആ എച്ചിലുണ്ടല്ലോ നായ്ക്കൾക്കുള്ളത്, ആ ഉച്ഛിഷ്ടം, അതെനിക്ക് അവകാശപ്പെട്ടതല്ലേ, അതെനിക്ക് തന്നുകൂടെ? യേശുവിൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്രായേലിൽ കൂടിയും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അവളുടെ വിശ്വാസം അവൾ പ്രഖ്യാപിച്ചു. തൽക്ഷണം അവളുടെ മകളുടെ ഭൂതം വിട്ടുപോയി, അവൾ സുഖപ്പെട്ടു. അമ്മയുടെ വിശ്വാസം മകളുടെ രോഗസൗഖ്യത്തിന് കാരണമായില്ലേ? അടുത്തു വരുന്ന ചിന്ത അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് സുഖം വരും. അപ്പൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് സുഖം വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. സഹോദരങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. കഴിഞ്ഞ നാളിൽ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കന്യാസ്ത്രീ മുറിവേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന ഒരു പട്ടാളക്കാരനെ ശുശ്രൂഷിക്കുകയാണ്. ആ പട്ടാളക്കാരന് വേണ്ടി ഈ കന്യാസ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ ആ പട്ടാളക്കാരൻ പുച്ഛിച്ചു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഞാൻ ദൈവവിശ്വാസിയല്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, 16 കൊല്ലമായി ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരാണ്? 16 കൊല്ലം നീ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്നത് ഒരു വലിയ പ്രഭുവിൻ്റെ ഭവനത്തിലാണ്. അയാളുടെ മകൻ പട്ടാളക്കാരനാണ്, അവൻ ദൈവവിശ്വാസിയല്ല. ആ പ്രഭു എൻ്റെ അമ്മയോട് പറഞ്ഞു, സങ്കടം, നിൻ്റെ മകൾ കന്യാസ്ത്രീയല്ലേ, പ്രാർത്ഥിക്കാൻ പറ. ആ മനുഷ്യൻ്റെ പേര് എൻ്റെ പേർക്ക് എൻ്റെ അമ്മ എഴുതി അയച്ചു. കഴിഞ്ഞ 16 കൊല്ലമായി ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
അയാളുടെ പേര് ചാൾസ് എന്നാണ്. ഈ മനുഷ്യൻ നടുങ്ങിപ്പോയി. നിൻ്റെ അമ്മയുടെ പേര് എന്നതാണോ? അതെ. എങ്കിൽ ആ ചാൾസ് ഞാനാണ്. സ്നേഹിത, കഴിഞ്ഞ 16 കൊല്ലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ വാവിട്ട് നിലവിളിച്ചു. അയാൾ പറഞ്ഞു, സത്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു, ഇവിടെ വെച്ച് ഞാൻ അനുദപിക്കുന്നു. ഇവിടെ വെച്ച്. ദൈവമക്കളെ, ഒരാൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഓർക്കുക, ആ സ്ത്രീയുടെ പ്രാർത്ഥന ആ കുഞ്ഞിനെ സുഖപ്പെടുത്തിയില്ലേ? വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. 4 ആളുകളുടെ വിശ്വാസം കണ്ടിട്ട് യേശു സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നാം തിരിച്ചറിയണം, നമ്മുടെ വിശ്വാസത്തിന്മേലാണ് ദൈവം വാ തുറക്കുന്നത്. നാം അല്പവിശ്വാസികളോ അവിശ്വാസികളോ ആയിരുന്നു കൊണ്ട് ദൈവത്തെ വിളിച്ചാൽ ഉത്തരം കിട്ടില്ല. അക്രൈസ്തവരായ ആളുകൾ കർത്താവിനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം വരുന്നതും, പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ കർത്താവിനെ വിളിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം താമസിക്കുന്നതും, ചിലപ്പോൾ ഉത്തരം കിട്ടാത്തതും എന്തുകൊണ്ടായിരിക്കും? വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലാണ് ഇവിടെ വായിച്ചെടുക്കുന്നത്. നമ്മുടെ വിശ്വാസം തീക്ഷ്ണതയുള്ളതും മൂല്യമുള്ളതുമാണെന്ന് വിലയിരുത്താൻ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരായി നാം മാറരുത്. പ്രതിസന്ധി വന്നാൽ മറികടക്കാനുള്ള ആത്മവീര്യം സമ്പാദിക്കണം. വിശ്വാസത്തിൽ തികവുള്ളവരായിരിക്കണം നമ്മൾ. ഇതാണ് ഈ വേദഭാഗം നമുക്ക് തരുന്ന ചിന്ത. ഇതിൻ്റെ തുടർഭാഗം പിന്നാലെ നിങ്ങളുമായി പങ്കിടാം. ഇന്ന് സമയം തീരുന്നുവല്ലോ, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ കർത്താവേ, പാദപീഠത്തിലിരുന്ന് നിൻ്റെ മക്കളെ സന്ദർശിച്ച് വളരെ മധുരമായി മനോഹരമായി ഇന്ന് ഞങ്ങളെ വീണ്ടും പഠിപ്പിച്ചല്ലോ. നിങ്ങൾ ആരുടെയും വഴി തടയരുത് എന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച് നീ ഞങ്ങളോട് ആഹ്വാനം ചെയ്തു. ആരെങ്കിലും നിങ്ങൾ വഴി തടഞ്ഞാൽ മടുത്തു പോകരുത്, പ്രതിസന്ധിയെ മറികടക്കുന്നവരാകണമെന്ന് നീ ഞങ്ങളെ ഉപദേശിച്ചു. കർത്താവേ, അവിടുന്ന് വിശ്വാസത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് തികഞ്ഞ വിശ്വാസത്തോടെ നിങ്ങൾ കർത്താവിനെ സമീപിക്കുക എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ, ഞങ്ങളങ്ങനെ നന്മ അനുഭവിക്കുന്നവരും നിന്നിൽ നിന്ന് വിടുതൽ അനുഭവിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് സ്തോത്രം. കർത്താവ് മഹത്വം എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.